നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു, SN ആയുർവേദ വിമൻസ് ഹോസ്പിറ്റൽ, കുറുപ്പമ്പടി. ഇത് ഓർത്തോ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. സ്ത്രീകൾക്ക് മാത്രമാണ് ചികിത്സയുടെ സൗകര്യം. നിങ്ങളൊരു നടുവേദനയോ മുട്ടുവേദനയോ ഒക്കെ ഉള്ള ഒരു രോഗിയാണെങ്കിൽ, അത് ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ, കുറേ നാളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡോക്ടർമാരെയും ചികിത്സകരെയും എല്ലാം കണ്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ചില ദിവ്യന്മാരെയും കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ അവർ പറയുന്ന കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് നടുവേദന എടുത്ത് വയ്ക്കുക, നിങ്ങൾക്ക് വയറ് ബുദ്ധിമുട്ടല്ലേ, ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസ് ഇല്ലേ, രണ്ട്, നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ ഇഷ്യൂസ് ഇല്ലേ, ഇനിയൊന്ന്, നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആളല്ലേ, സ്ട്രെസ്സ് കൂടുതലല്ലേ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങൾക്കൊരു ചുമയോ പനിയോ വന്നാൽ 2-3 ആഴ്ച, ചിലപ്പോൾ 2-3 മാസം കൊണ്ടല്ലേ അത് മാറുന്നത്. അതുപോലെ നിങ്ങളുടെ മുട്ടിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ, നിങ്ങളുടെ നടുവിന് മാത്രമാണ് വേദന ഉള്ളുവെങ്കിലും നിങ്ങളുടെ കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് ചെറിയൊരു തരിപ്പ് വരുന്നില്ലേ. ഇങ്ങനെയെല്ലാം ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ഇൻഫ്ലമേറ്ററി ഡിസോർഡറാണ് ഉള്ളതെങ്കിൽ, അതായത് നീർക്കെട്ട് കൊണ്ടുള്ള ഡിസോർഡറാണ് ഉള്ളതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതാണ് നിങ്ങൾക്ക് ബവൽ ഡിസോർഡേഴ്സും ദഹന പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. രണ്ട്, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഫക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം അഫക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചുമയോ പനിയോ വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ സമയം കൂടുതലെടുക്കും. സ്ട്രെസ്സ് കൂടുതലെടുക്കുന്നവർക്ക് ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിന് സാധ്യത കൂടുതലാണ്. അതാണ് ഈ സ്ട്രെസ്സിൻ്റെ റീസൺ. ഇങ്ങനെ നിങ്ങളുടെ ഒരു വലിയൊരു പ്രൊഫൈല് നിങ്ങളോട് പറയാൻ സാധിക്കുക എന്ന് പറയുന്നതിൽ അത്ഭുതസിദ്ധി ഒന്നും വേണ്ട. അത് ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിൻ്റെ പൊതുവായിട്ടുള്ള ആ സ്വഭാവം പഠിച്ചാൽ മാത്രം മതി.